ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കുറുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അതിനായിട്ട് കുറച്ച് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ നെക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മാവ് പരുവത്തിലാവുകയാണെങ്കിൽ അതിൻ്റെ പാകം റെഡിയായി. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഡേറ്റ്സ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടതാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മിക്സിയിലിട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം തന്നെ നമുക്കതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞ് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഈ പരുവത്തിലേക്ക് നമുക്ക് കുറച്ചൊരു വെള്ളം വേണമെങ്കിൽ അതിൻ്റെ വെള്ളം എടുക്കാം. ഞാനിതിലേക്ക് പനങ്കൽക്കണ്ടം ഉരുക്കിയതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പനങ്കൽക്കണ്ടം ഉരുക്കിയതാണ് ഞാൻ എടുത്തത്. അത് 2 ടേബിൾ സ്പൂൺ നമുക്കിടാം. ഇതാണ് എൻ്റെ പനങ്കൽക്കണ്ടം ഉരുക്കിയത്. ഇത് കഴിയാറായിട്ടുണ്ട്. ഇനി വേറെ പുതിയത് ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. നന്നായിട്ടൊന്ന് കുറുക്കി ഒരു കട്ട പരുവത്തിലായിട്ട് എടുക്കണം. ഇത് നമ്മൾ ഫസ്റ്റ് കൊടുക്കൂലേ, ആ ഒരു 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് തുടക്കത്തിൽ സ്റ്റാർട്ടിങ് നമ്മൾ ചെറുതായിട്ട് കൊടുക്കൂലേ, അതിന് നമുക്ക് പറ്റുന്ന ഒരു കുറുക്കാണ് കേട്ടോ. നല്ലൊരു കുറുക്കാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുറുക്കാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവസാനം നമ്മളിത് ഇതേപോലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്കൊന്ന് സെർവ് ചെയ്ത് നോക്കൂ. അവർക്ക് നല്ല ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ